ഇനി നമുക്ക് തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുക്കുന്ന നല്ലൊരു റൈസും ഒപ്പം റൈസിന് കോമ്പിനേഷനായിട്ടുള്ള ചതച്ച മുളകിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ചില്ലി പപ്പടവും റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെയുള്ള സ്റ്റീൽ ഗ്ലാസ് ഇല്ലേ, അത് ഒരു 250 ml ഗ്ലാസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 6 പേർക്ക് കഴിക്കാനുള്ള ചോറുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് അരി അളന്നെടുക്കാം. അപ്പം നമുക്ക് ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇതുപോലുള്ള ബസ്മതി റൈസാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ അരി അളന്നെടുത്ത ഗ്ലാസ്സിലെ ആ ഒരു ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് തേങ്ങയാണ്. 2 ഗ്ലാസ് അരിയല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്, അപ്പം 2 ഗ്ലാസ് തേങ്ങ. 3 ഗ്ലാസ് അരിയാണെങ്കിൽ 3 ഗ്ലാസ് തേങ്ങ. അപ്പം ഏത് കപ്പിലാണോ നമ്മൾ അരി അളന്നെടുക്കുന്നത് ആ ഒരു കപ്പിൽ തന്നെ അതേ അളവിൽ തേങ്ങ എടുക്കണം. അപ്പം അങ്ങനെ അളന്ന് ഞാൻ 2 ഗ്ലാസ് തേങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് 3 സവോളയാണ്. ഇതിലൊരു സവോള നമ്മൾ റൈസിലേക്ക് വഴറ്റി ചേർക്കാനും ബാക്കി 2 നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് വറുത്തെടുക്കാനായിട്ടാണ് എടുക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 4 ഏലക്കയാണ്, ഒരു 10 കുരുമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4-5 ഗ്രാമ്പൂ. ഇനി എടുത്തിരിക്കുന്നത് ഇതുപോലെ 2-3 കഷ്ണം ചെറിയ കറുവാപ്പട്ട. ഇതിപ്പം വീട്ടിൽ നിന്ന് തന്നെ കണ്ടിച്ചെടുത്ത കറുവാത്തൊലിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടിരിക്കുന്നത്. പിന്നെ ഇത് ഓപ്ഷണലാണ്, ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കാഷ്യൂ നട്ട് എടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും വേണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റൈസ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ചോറുണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു റൈസ് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വെക്കണം. ഒരു 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് നേരത്തിന് നമുക്കൊന്ന് കുതിർത്ത് വെക്കണം. അരി ഞാൻ കഴുകി സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ അളന്നെടുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങയിൽ നിന്ന് 4 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുക്കണം. അത് 1-ാം പാലും 2-ാം പാലും എല്ലാം കൂടെ കൂട്ടിയിട്ട് 4 ഗ്ലാസ് തേങ്ങാപ്പാലാണ് നമ്മൾ ഈ 2 ഗ്ലാസ് അരിയുടെ അളവിലേക്ക് ചേർക്കുന്നത്. ആദ്യം നമ്മൾ റൈസിലേക്ക് വേണ്ട സവോളയാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ വറുത്തെടുക്കാനായിട്ട് ഞാൻ 2 സവോള നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് സവോളയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ സവോള നല്ല ക്രിസ്പായിട്ട് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കിതിനെ വറുത്തെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 3-4 സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ സവോളയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നെയ്യ് ഇഷ്ടമില്ലാത്തവർ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുത്താൽ മതി. ഇതിലേക്ക് നമ്മളൊരു 3 ടീസ്പൂണ് നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പം എണ്ണയും നെയ്യും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് വേണം സവോള വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ സവോള ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ സവോള വറുത്തെടുക്കുന്നത്. നമ്മുടെ സവോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സവോള കൂടി നമുക്ക് വറുത്തെടുക്കാം. സവോള നമ്മൾ വറുത്തെടുക്കുമ്പോൾ അത്യാവശ്യം എണ്ണയിൽ തന്നെ വറുത്തെടുക്കണം, അല്ലെങ്കിൽ അത് ഈവനായിട്ട് ശരിക്കും അത് ഫ്രൈ ആയി കിട്ടത്തില്ല. നമ്മുടെ അടുത്ത സെറ്റ് സവോളയും ആയിട്ടുണ്ട്. അത് ഈ ഒരു കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ എടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കളർ മാറും. അത് വറുത്തെടുത്ത് കഴിയുമ്പോഴും പാത്രത്തിലിരുന്ന് അത് കളർ ചേഞ്ച് ആവും. ഇങ്ങനെ നമ്മുടെ സവോള മുഴുവനായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ഇട്ട് വറുത്തെടുക്കാം. നട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ ഓയിലിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് ബാക്കി ഓയിലിലേക്ക് സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഒന്നിട്ട് മൂപ്പിച്ചെടുക്കാം. ഒന്ന് 2 സെക്കൻഡ് മതി. അപ്പം അതിലേക്ക് നമുക്ക് അരിഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് സവോള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം.
സവോളയുടെ കളർ ഒത്തിരി ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴന്ന് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. സവോള സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർക്കും. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കണം. റൈസിന് നല്ലൊരു കളർ കിട്ടാനായിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മൾ ഈ റൈസ് ഉണ്ടാക്കുന്നത് ഇതുപോലൊരു അപ്പച്ചെമ്പിലാണ്. ബിരിയാണി പോട്ടൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ അപ്പച്ചെമ്പുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് ഈ തേങ്ങാപ്പാലിലേക്ക് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഈ തേങ്ങാപ്പാലിൻ്റെ കൂടി ഈ കറിവേപ്പിലയുടെ മണം കൂടെ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ ചോറിന്. അതിനുശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു സവോളയിലെ ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഓയിലോട് കൂടി തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അരി നമുക്ക് ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കി കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഈ തേങ്ങാപ്പാൽ തിളയ്ക്കാനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. നമ്മുടെ തേങ്ങാപ്പാൽ ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ടാക്കണം. അതിനുശേഷം നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു ചെറിയ അരമുറി നാരങ്ങയുടെ നീരാണ്. ഈ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഈ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു നല്ല ഫ്ലേവറും ഉണ്ടാവും. ഇനി ആദ്യം നമ്മൾ സവോള വഴരാനുള്ള ഉപ്പ് മാത്രമല്ലേ ചേർത്തുള്ളൂ. ഇനി നമുക്ക് ഈ റൈസിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആദ്യം കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ ശേഷം വെന്ത് വരുമ്പോൾ നമുക്ക് ബാക്കി കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ അപ്പച്ചെമ്പ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം റൈസ് എന്തായെന്ന്. ഇത് കണ്ടില്ലേ, വെള്ളമൊക്കെ ഒന്ന് അത്യാവശ്യം വറ്റി റൈസിൻ്റെ ഒപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കണം. ഇത്രയും നേരം മീഡിയം ഫ്ലെയിമിലായിരുന്നു. ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. എന്നിട്ട് ഒന്ന് പതിയെ ഇറക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരല്പം ഉപ്പും കൂടെ വേണം. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുഴയാതെ പതിയെ വേണം ഇളക്കാൻ. റൈസ് ഇപ്പോൾ ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. റൈസിലെ വെള്ളം എല്ലാം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വെന്തോന്നൊന്ന് നോക്കാം. റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് അപ്പച്ചെമ്പിൽ വളരെ പെട്ടെന്ന് ഈ ഒരു റൈസ് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ആ തേങ്ങാപ്പാലിൽ കിടന്ന് വേവുന്നതുകൊണ്ട് ഈ റൈസിന് നല്ല ടേസ്റ്റാണ്. സവോള വറുത്തെടുക്കുന്ന ഒരു താമസമേ ഉള്ളൂ. റൈസ് വേവാൻ അധികം സമയമൊന്നും വേണ്ട. എനിക്കിവിടെ ഒരു 12 മിനിറ്റ് കൊണ്ട് റൈസ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ചില റൈസിൻ്റെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ ഒരു 15 മിനിറ്റ് വരെയൊക്കെ ആവാം. ഇനി നമുക്ക് ഈ റൈസിൻ്റെ കൂടെ കഴിക്കാൻ ഇതിന് കോമ്പിനേഷനായി ചില്ലി പപ്പടം റെഡിയാക്കാം. ഇപ്പോൾ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി പാനിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ സവോള വറുത്ത് മാറ്റി വെച്ചിരുന്ന എണ്ണയാണ്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ നെയ്യും കൂടെ ചേർന്നിട്ടുള്ളതുകൊണ്ട് പപ്പടം ഇങ്ങനെ നെയ്ക്കകത്തും കൂടെ നമ്മൾ ഊപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു രുചിയായിരിക്കും. നമ്മൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ് പപ്പടം വറുത്തെടുക്കുന്നത്. അതാകുമ്പോൾ അധികം ഓയിലും വേണ്ട. പിന്നെ ഈ ചില്ലി പപ്പടം ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ വേണം വറുത്തെടുക്കാൻ. ചില്ലി പപ്പടം ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മളിതുപോലെ പപ്പടം വറുത്ത് മാറ്റി വയ്ക്കും. അതിന് ശേഷമാണ് നമ്മൾ ചതച്ച മുളക് ചേർത്ത് വറുത്തെടുക്കുന്നത്.
പപ്പടം മുഴുവൻ ഇവിടെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി പപ്പടം റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കണം. കുറച്ച് വെച്ചിട്ട് എണ്ണ അധികം ഉണ്ടെങ്കിൽ കുറച്ച് മാറ്റണം. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണയേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചതച്ച മുളകാണ്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിൻ്റെ ഇഷ്ടം അനുസരിച്ച് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് മുളക് മൂത്ത് കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ പപ്പടം ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോകാതെ സൂക്ഷിച്ചിളക്കണം. എന്നാൽ മുളക് എല്ലായിടത്തും മിക്സായി വരികയും ചെയ്യണം. അപ്പോൾ ഇതുപോലെ പപ്പടം ഉണ്ടാക്കി അടച്ചു വെച്ചാൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചെറിയ സ്പൈസി ആണല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ചില്ലി പപ്പടം റെഡിയായി. ഞാനിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതായത് കണ്ടോ, നമ്മൾ അപ്പച്ചമ്പിൽ കുക്ക് ചെയ്തെടുത്ത റൈസാണ്. പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഒട്ടാതെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇതിൻ്റെ അടിഭാഗം കണ്ടില്ല, ഒരു ശകലം പോലും അടിയിൽ പിടിച്ചിട്ടില്ല. ഒട്ടും അടി പിടിച്ചിട്ടില്ല, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ റൈസിൻ്റെ വെള്ളം വറ്റി തുടങ്ങുന്ന സമയത്ത് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ റൈസ് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ റൈസ് ഒരിക്കലും നമ്മൾ ഉണ്ടാക്കിയ ഉടനെ ചൂടോടെ തന്നെ വിളമ്പരുത്. ഒരു 10 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ വിളമ്പി എടുക്കാവുള്ളൂ. അപ്പോഴേ ആ റൈസൊക്കെ ഒട്ടാതെ നല്ല വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റേറിയൻ റൈസാണിത്. വറുത്ത സവോളയും കാഷ്യൂ നട്ട്സും ഒക്കെ ധാരാളമാണ് ഈ റൈസ് കഴിക്കാൻ. എരിവിന് ചതച്ച മുളക് ചേർത്ത പപ്പടവും ഈന്തപ്പഴം ചേർത്ത നാരങ്ങാച്ചാറിന്റെ ചെറിയ മധുരവും കൂടെ ഒരു തണുത്ത നാരങ്ങാ വെള്ളം കൂടി ഉണ്ടെങ്കിൽ ഗംഭീരമാവും. നോൺ വെജ് താല്പര്യമുള്ളവർക്ക് ഓംലെറ്റ് മാത്രം മതി. വേറെ നോൺ വെജ് ഒക്കെ ആകുമ്പോൾ ഈ റൈസിന്റെ ടേസ്റ്റ് ആസ്വദിക്കാൻ പറ്റില്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ റൈസ് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലൊരു നല്ല റെസിപ്പിയുമായി വരാം. ബൈ.